4-5 കാരണങ്ങളുണ്ട് മുറിവ് ഉണങ്ങാതിരിക്കാൻ. പ്രധാനമായിട്ടുള്ള കാരണം അങ്ങോട്ട് രക്തപ്രവാഹം ഇല്ലാത്തൊരവസ്ഥയിൽ ഒരിക്കലും മുറിവ് ഉണങ്ങാൻ പോകുന്നില്ല. നമ്മളടുത്തൊരു പേഷ്യൻ്റ് വരുമ്പോൾ ശരിക്കൊരു മുറിവായ പേഷ്യൻ്റ് ആയിരിക്കും വരുന്നത്. പക്ഷേ പേഷ്യൻ്റ് പറയുക ഒരു കറുപ്പ് നിറത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് ആ മുറിവ് എന്നാണ്. പക്ഷേ ഈ കറുപ്പ് നിറം എന്തുകൊണ്ടാണ്? ചിലപ്പോൾ ആ ബ്ലഡ് സപ്ലൈ, ആ രക്തധമനികളുടെ രക്തോട്ടം അവിടെ നിലക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുക ഗാംഗ്രീൻ എന്നാണ്. ചിലപ്പോൾ അത് ആദ്യം ചെറിയ കുത്തായിട്ടായിരിക്കും അത് രൂപാന്തരപ്പെടുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ വലുതായി കാലിൻ്റെ വിരലിൻ്റെ അറ്റത്ത് അത് കറുപ്പായി മാറും. പക്ഷേ ഈ പേഷ്യൻ്റ് വരുന്ന സമയത്ത് ഇവർക്കൊന്നും അറിയുണ്ടാവില്ല. കുറച്ച് നാളായിട്ട് അവർ ആദ്യ ഹിസ്റ്ററി പറയാം, ഞങ്ങൾക്ക് കുറച്ച് നാളായി ഡയബറ്റിക് ആയിട്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും പേഷ്യൻറ്റിനോട്, നിങ്ങളെ ഡയബറ്റിക് കൺട്രോൾ ആണോ? അല്ല, കൺട്രോളല്ല, എപ്പോഴും 300-400 ഇരിക്കണമെന്ന് പറയും. പിന്നെ നമ്മൾ ഓരോ ഹിസ്റ്ററി ചോദിക്കാൻ തുടങ്ങും പേഷ്യൻറ്റിനോട്. നിങ്ങൾക്ക് നടക്കുമ്പോൾ കാലിൽ വേദനയുണ്ടോ, അല്ലെങ്കിൽ രാത്രി മസിൽ വെട്ടിപ്പിടിക്കുമോ എന്നൊക്കെ ചോദിക്കും നമ്മൾ പേഷ്യൻറ്റിനോട്. അപ്പോൾ അവർ എല്ലാ ഹിസ്റ്ററിയും നടക്കുമ്പോൾ കിതപ്പുണ്ട്, കാലിൽ മസിൽ വെട്ടിപ്പിടിക്കും, എപ്പോഴും ഉറങ്ങാൻ പറ്റാറില്ല എന്നൊക്കെ പറയും. അത് ശരിക്ക് രക്തോട്ടം ഇല്ലാത്തൊരവസ്ഥയിലോട്ട് പേഷ്യൻ്റ് കുറച്ച് നാളായി പോയിട്ടുണ്ടെന്നാണ്. പക്ഷെ പേഷ്യൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ആണിയോ ഒരു മുള്ളോ കൊണ്ടിട്ടാണ് മുറിവുണ്ടായതും അവിടുന്ന് കറുപ്പ് വന്നു, പിന്നെ അത് ഉണങ്ങണില്ല എന്ന് പല ഡോക്ടർമാരെയും കാണേണ്ടി വന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ പേഷ്യൻറ്റിന് പ്രഷർ ഉണ്ടാവാം, കൊളസ്ട്രോൾ ഉണ്ടാവാം, അങ്ങോട്ടുള്ള രക്തപ്രവാഹം കുറവായിരിക്കാം. ഇതൊന്നും പക്ഷേ പേഷ്യൻ്റ് അറിയണില്ല. അപ്പം നമ്മൾ പേഷ്യൻറ്റിനോട് പറയും, നിങ്ങളൊരു അറ്റ്ലീസ്റ്റ് ഒരു എക്കോ ചെയ്യണം. എക്കോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഹാർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എജക്ഷൻ ഫ്രാക്ഷൻ എന്ന് പറയും. എജക്ഷൻ ഫ്രാക്ഷൻ മോർ ദാൻ 60% ആവണം. അല്ല, എജക്ഷൻ ഫ്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹാർട്ട് ശരിക്കും പമ്പ് ചെയ്യുന്നില്ല എന്നാണ്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഭിത്തികൾ കനം വെച്ചിട്ടുണ്ടാവും, ഹാർട്ടിന് പമ്പ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാവില്ല. അപ്പോൾ ആ പമ്പിങ് ഉണ്ടെങ്കിലല്ലേ, ശരിക്കും ഹാർട്ട് പമ്പ് ചെയ്താലല്ലേ ഈ രക്തധമനിയിൽ കൂടെ അങ്ങോട്ട് രക്തപ്രവാഹം ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതെല്ലാം സാധാരണഗതിയിൽ നിന്നും ഒരു 30-40% കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് എന്തുകൊണ്ടാണ് മുറിവ് ഉണങ്ങാത്തത് എന്നുള്ളത് കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ പേഷ്യൻറ്റിനോട് പറയും, നിങ്ങൾ ചിലപ്പോൾ ഒരു എക്കോ ചെയ്യേണ്ടി വരും. എവിടെ പ്രശ്നം എന്ന് ഞങ്ങൾക്കറിയില്ല. നമ്മളെ റൂട്ട് എന്താ? നമ്മളെ റൂട്ട് ഹാർട്ടാണ്. ഒരു മുറിവ് ഉണങ്ങണമെങ്കിൽ അങ്ങോട്ട് രക്തപ്രവാഹം ഇല്ലെങ്കിൽ ശരിക്ക് ഹാർട്ടിന് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണം. ഹാർട്ട് ശരിക്കും പമ്പ് ചെയ്തെങ്കിലേ അങ്ങോട്ട് രക്തപ്രവാഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ചില പേഷ്യൻസിനോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് അംഗീകരിക്കില്ല. എന്തിനാ മുറിവായിട്ടും എന്തിനാ നിങ്ങൾ ഹാർട്ടിൻ്റെ ഡോക്ടറെ അടുത്ത് പറഞ്ഞേക്കുന്നത്, എന്തിനാ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുള്ള ചോദ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ ആ മിത്ത് ശരിക്ക് ജനങ്ങൾ ഒഴിവാക്കണം. രക്തോട്ടം കറക്റ്റ് ആയിക്കഴിഞ്ഞാൽ ആ ന്യൂട്രിയൻസും ഓക്സിജനും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവരണം ഉണങ്ങുള്ളൂ. പിന്നെ ശരിയായ ആൻറ്റിബയോട്ടിക്കും ശരിയായ ഡ്രസ്സിങ്ങും എല്ലാം കറക്റ്റായിട്ട് ആ കാല് നിലത്ത് വെക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരണം സുഖപ്പെട്ടു വരും.